മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് നമുക്ക് മനുഷ്യയിൽ നിന്നും വരിക്കാശ്ശേരി മന നമുക്ക് വികദാസിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അങ്ങനെ എല്ലാം ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ, ചർച്ച്, ദേവാലയങ്ങളെല്ലാം ഉള്ള ഏരിയ ആണ്. അമ്പലങ്ങൾ, പള്ളികൾ, എല്ലാ ചർച്ചെല്ലാം ഉള്ള ഏരിയ ആണ്. അപ്പോൾ അത് ചുറ്റും മുക്കാൽ കിലോമീറ്റർ, ഒരു ഒരു 1 കിലോമീറ്റർ, 1.5 കിലോമീറ്ററിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയതാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് നമ്മുടെ മനുഷ്യയിൽ നിന്നും ജസ്റ്റ് ഒരു 1/4 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള 7 സെൻറ്റിൽ 1700 സംതിങ് ആണ്. കറക്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അടിപൊളി ഒരു വീടാണ്. ഓപ്പൺ വെല്ലുണ്ട്, നമുക്കതിൽ കുഴൽക്കിണറുണ്ട്. ഓപ്പൺ വെല്ല് വന്നിട്ട് നമുക്കൊരു 130 വെള്ളം കണ്ട് 300 വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഓപ്പൺ കിണറിൽ നിറയെ വെള്ളമുണ്ട്. നമുക്ക് ചുറ്റുഭാഗമൊക്കെ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് റോഡ് ഇതിൽ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് മുകളിൽ കാണാം നമുക്ക്. അപ്പം ഇതിൽ വലിയ വണ്ടികളൊക്കെ നമുക്ക് കൊണ്ട് നിർത്താം. 2-4 വണ്ടി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് പച്ചക്കറി അങ്ങനെ കാര്യങ്ങളൊക്കെ നടാൻ ഉള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി ഇൻ്റർലോക്കാണ് പതിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡും കുറച്ച് സ്പേസ് ഉണ്ട്. മാക്സിമം ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. ഇതിലൊക്കെ സ്പോട്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് സൺഷെയ്ഡിലൊക്കെ. വണ്ടികളൊക്കെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. അതല്ല, നമുക്ക് എക്കോ ടൂറിസം അനങ്ങാമലയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. മൗണ്ട് വ്യൂ ഒക്കെ കാണാം. ഇതിൻ്റെ ഇതിൽ ഈ ഭാഗത്ത് പാടമുണ്ട്, അതേമാതിരി തോടുണ്ട്. ഇവിടെ നമുക്ക് കിണറിൻ്റെ നമുക്കിവിടെ തുറന്ന് നോക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് വണ്ടി കയറിയാലും പ്രശ്നമില്ല. നല്ല തിക്നെസ് ഉള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഷീറ്റൊക്കെ ഇട്ടിട്ടാണ്. അതേമാതിരി പൈപ്പ് ലൈൻ്റെ ഇതുണ്ട് നമുക്ക് കണക്ഷൻ. പൈപ്പ് ലൈൻ കണക്ഷൻ്റെ ഇതാണ് ഇതിൽ വരുന്നത്. അത് ഏകദേശം വെള്ളം കിട്ടും. നല്ലൊരു ഒരു മാവുണ്ട്. നല്ല ഇനം മാവാണ്, ഐസ് മാവാണ്. ചെറുതാണെങ്കിൽ തന്നെ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്. അതേമാതിരി ഫ്രണ്ട് പോർഷനിൽ വരുന്നൊരു ഇതാണ്, ടൈൽസൊക്കെ പതിച്ച് ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ നമുക്ക് ഇവിടുന്ന് സീനറി കാണാം. നമുക്ക് ബാൽക്കണി ഉണ്ട്, ഓപ്പൺ ടെറസ് ആ ഭാഗത്തുണ്ട്. ഈ പോർഷൻ നമ്മൾ കണ്ടല്ലോ, ബാക്ക് സൈഡ് നമ്മൾ കാണിച്ചായിരുന്നു. ഇത് കിച്ചണിൻ്റെ പോർഷനാണ്. ഇതിൽ അത്യാവശ്യം സ്ഥലങ്ങളുള്ളതാണ്. നമുക്കിവിടെ ഇതിലത്തെ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. നൈറ്റ് വിഷ്വലാണ് അത് കാണാൻ നല്ല ശബ്ദം. തലക്കിൽ വരെ ലൈറ്റുകൾ കാര്യങ്ങളുണ്ട്. നൈറ്റിലാകുമ്പോൾ കുറച്ചുകൂടി വരും. അതേമാതിരി നമുക്കിതിൽ ഗ്രാനൈറ്റ് ഒക്കെ പതിച്ച് നമുക്കിതിൽ ഫ്രണ്ടിൽ ചെരുപ്പ് വെക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ അത് കൂടാതെ ഗ്രാനൈറ്റ് പതിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡോറാണ്. ഫ്രണ്ട് പോർഷൻ നമുക്ക് തേക്കിൻ്റെ ഒരു ഡോറാണ്.
കൺസ്ട്രക്ഷനൊക്കെ അടിപൊളി കൺസ്ട്രക്ഷനാണ്. ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കയറിയാലുള്ളൊരു ഇതാണ്, സ്പേസ് ആണ്. ഇപ്പൊ ഇതിനോട് ചേർന്ന് നമുക്ക് വലിയൊരു ഹാളാണ്. ഇതിൽ നമുക്ക് ഗസ്റ്റ് റൂം ആയിട്ട് യൂസ് ചെയ്യാം. കോണിപ്പടിയുടെ താഴെ നമുക്കൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇൻവെർട്ടർ പോർഷൻ ഉണ്ട്. അതേമാതിരി അപ്സ്റ്റെയറിലേക്കുള്ളൊരു ഫുൾ ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഓപ്പൺ കിച്ചണാണ്. ഇതിൽ സിങ്ക് ഒന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് അത് കൂടെ ഉൾപ്പെടെയാണ് നമുക്ക് അതിൻ്റെ പൈസ പറയുന്നത്. എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോർ വരുന്നുണ്ട്. സ്റ്റോറില്ല, വർക്ക് ഏരിയ, കുഴൽക്കിണറിൻ്റെ സബ്മർസിബിളിൻ്റെ ഇത് പോർഷൻ. ഇപ്പോൾ ബിന്ദു കമ്പനിയുടെ നല്ല നമുക്ക് സബ്മർസിബിളാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇത് ഇപ്പം അതിൻ്റെ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റി. അത് തന്നെ അതിൻ്റെ സ്വിച്ചസും അത് തന്നെയാണ്. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ആലുവടുപ്പുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ്, സബ്മർസിബിൾ 330 വെള്ളം കണ്ട് 300ഓളം വെള്ളം അടിച്ചിട്ടുണ്ട്. യഥേഷ്ടം വെള്ളമുണ്ട്. കൂടാതെ ഓപ്പൺ കിണറും ഉണ്ട്. ഒരു ചെറിയ കൊട്ടത്തളം. പിന്നെ ഇതിൽ ഒരു കോമൺ ബാത്റൂമാണ്. ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ഇത് ഇന്ത്യൻ ക്ലോസറ്റാണ്. ഏഴ് സെന്റ് സ്ഥലമാണ് വരുന്നത് ഇവിടെ പ്ലോട്ട്. ഇതിൽ നമുക്ക് ഡൈനിങ് റൂം ഇവിടെ വേണേലും ആക്കാം. അത് ഡൈനിങ് ടേബിളിൻ്റെ പോർഷൻ തന്നെയാണ്. ഇതിൽ വാഷ് ബേസിൻ വരും. അവിടെയാണ് ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്, താഴത്തെ ബെഡ്റൂം. അലമാരകൾ, ഒരു ന്യൂ ഹൗസാണ്, പുതിയ വീടാണ്. നമുക്ക് പണികൾ എല്ലാം ചെയ്തിട്ട് ഡോറെല്ലാം വെച്ചിട്ടാണ് നമുക്ക് തരിക. ഇതിൽ അഡ്വാൻസ് തന്നതിന് ശേഷം ഇതെല്ലാം വെച്ച് അവർ പിടിപ്പിച്ച് തരും. യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം. നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ മുകളിലത്തെ ഒന്നാമത്തെ റൂമാണ്. അലമാരകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ബാത്റൂമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് അഡ്വാൻസ് ചെയ്തതിന് ശേഷമാണ് അവർ ഫിറ്റ് ചെയ്യുക. ഇൻക്ലൂഡിങ് ആയിട്ടാണ്, പൈസ കൂടെ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ വില പറയുന്നത്. അതെല്ലാം ഇൻക്ലൂഡിങ് ആയിട്ട് വരും. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതേമാതിരി ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് എല്ലാത്തിലും ഫിറ്റ് ചെയ്ത് തരും. നല്ല ഹ്യൂജ് റൂംസ് ആണ് മുകളിലത്തെ റൂമുകൾ. താഴത്തെ അതേമാതിരി ഓപ്പൺ ടെറസ് ഉണ്ട്. കിടക്കാനോ അങ്ങനെയുള്ള രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഈ മുകളിലേക്കുള്ളൊരു ഇതാണ് വാട്ടർ ടാങ്കിൻ്റെ വ്യൂ ആണ്. നമുക്ക് നോക്കാം. ഒരു ബാൽക്കണി കാണാം. ഇവിടെ നമ്മുടെ ടാങ്കിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി. അതായത് സെൽഫ് ക്ലീൻ ചെയ്യുന്നതാണ്. നമുക്കത് അതിൻ്റെ ബാക്കിലത്തെ അതങ്ങോട്ട് തുറന്നു വിട്ടാൽ മതി. ഉള്ളിൽ ഇറങ്ങിയിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫ് ക്ലീൻ്റെ ISO മാർക്കുള്ള ക്ലീൻ വാഷർ. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടാങ്കാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ടാങ്ക്. നമുക്ക് മുകളിൽ നിന്നൊക്കെ ഉള്ളൊരു വ്യൂ ആണ്. മുകളിലൊക്കെ വീടുകളൊക്കെ നിറയുണ്ട്. അതുപോലെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയയാണ്. സൈലൻ്റ് ആയിട്ട് കീപ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് മൂച്ചി കാണാം. ഇത് നമ്മളെ ബാൽക്കണി പോർഷനാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതാക്കാം. ഫില്ലൊക്കെ വെച്ച് പല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് ബാൽക്കണിയിലാണ്. നൈറ്റിലൊക്കെ ആകുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. നമുക്ക്
താഴത്തെ ഒരു വ്യൂ ആണ്. വണ്ടികളൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ളതാണ്. താഴത്തെ ഒരു വ്യൂ ആണ്. അതേമാതിരി ഇന്റർലോക്ക് നമുക്കിതിൽ പുല്ല് വിരിക്കാനുണ്ട്. കുറച്ചും കൂടി ഇത് വർക്കുകളുണ്ട്. അപ്പോൾ അത് പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട്. ഒന്നുകൂടി ഒന്ന് അട്രാക്ഷൻ ആയിട്ട് വരും ഫൈനൽ സ്റ്റേജിൽ. ഓൾമോസ്റ്റ് നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഓണർ പറയുന്ന വിലയെന്ന് വെച്ചാൽ 56 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലായ ഒമേഗ ഏജ് ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം ആരോമൽ ജെ സൈനിങ് ഓഫ്.